നമ്മൾ ഇന്ന് കേരളത്തിലെ രണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിനാണ് കമ്പയർ ചെയ്യാൻ പോകുന്നത്. കൊച്ചി മെട്രോ സ്റ്റേഷൻ ആൻഡ് KSRTC ബസ് സ്റ്റാൻഡ്. നമ്മളിപ്പോൾ ഉള്ളത് വൈറ്റ്ല മെട്രോ സ്റ്റേഷനിലാണ്. ഇത് നോക്കി, പട്ടി ഇപ്പം എല്ലായിടത്തും കോമൺ ആണ്. അത്യാവശ്യം വലിയൊരു മെട്രോ സ്റ്റേഷനാണ്. ഫെസിലിറ്റീസിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു ഫീഡിംഗ് റൂം ഉണ്ട്. ടിക്കറ്റ് വെൻഡിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് തന്നെ ക്യൂ ഒന്നും നിൽക്കാതെ ആൾക്കാർക്ക് ടിക്കറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ടിക്കറ്റ് കൊടുക്കാം. ബാത്റൂംസ് എല്ലാം തന്നെ അത്യാവശ്യം നല്ല ക്ലീൻ ആണ്. പിന്നെ ഇവിടെ കണ്ടാം, ചെക്ക് ലിസ്റ്റ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ സമയത്ത് ആരൊക്കെയാണ് ക്ലീൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും മെയിൻറ്റെയിൻ ചെയ്തു. സൈൻ ബോർഡ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ലാലേട്ടനാണ് സെന്റർ ഓഫ് അട്രാക്ഷൻ. അവിടെ മമ്മൂട്ടിയാണ്. വെള്ളമൊക്കെ കുടിക്കാനുള്ള സൗകര്യമുണ്ട്. ടിക്കറ്റ് ഇടാനുള്ള ബിൻ ഇവിടെ വെച്ചേക്കണോണ്ട് എല്ലാവരും തന്നെ ടിക്കറ്റ്സ് ഇതിനകത്തിട്ടാണ് പോയേക്കണം. വേറെ എവിടെയും ടിക്കറ്റ്സ് കിടക്കുന്നില്ല. അത്യാവശ്യം ബിൽഡിങ്ങിന്റെ പണി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് ടൈം വന്ന് കണ്ടപ്പോൾ ഉള്ള മോശപ്പെട്ട അവസ്ഥയൊന്നും അല്ല. അത്യാവശ്യം പ്രോഗ്രസ് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ഇപ്പോൾ ഈ ഏരിയ ലാസ്റ്റ് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഭയങ്കര മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു. വേസ്റ്റ് എല്ലാം കുമിഞ്ഞു കൂടി വെള്ളക്കെട്ട് പോലെ കിടന്നൊരു സ്ഥലമാണ്. അതിപ്പോൾ മാറ്റമുണ്ട്. ഇതേ കണ്ടില്ലേ, പെയിന്റ് കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു മാറ്റം നമുക്ക് കാണാം. പിന്നെ അവിടെ ഇവിടേക്കായിട്ട് ചെറിയ ഓരോ കുഞ്ഞ് എലികളൊക്കെ ഓടി നടക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെ ആൾക്കാർ ഇരിക്കുന്നത് അന്ന് വെള്ളക്കെട്ടാണെങ്കിൽ ഇന്ന് മാറിയിട്ടുണ്ട്. മെട്രോ സ്റ്റേഷൻ ആണെങ്കിലും KSRTC സ്റ്റാൻഡ് ആണെങ്കിലും ഒരു പട്ടിയെങ്കിലും മിനിമം നിർബന്ധമാണ്. ഇവിടെ ഇപ്പോൾ വേസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വലിയ കാര്യമായിട്ട് പേപ്പർ വേസ്റ്റോ കാര്യങ്ങളൊന്നും ഇവിടെ ഇപ്പോൾ വിസിബിളി നമുക്ക് അങ്ങനെ കാണാനില്ല. ഇവിടെയാണെങ്കിലും ബോട്ടിലിടാനുള്ളത് വെച്ചിട്ട് ആൾക്കാർ ബോട്ടിലിടുന്നുണ്ട്. എയർ കണ്ടീഷൻഡ് വെയിറ്റിംഗ് ഏരിയ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ പണി കാര്യങ്ങൾ നടക്കുകയാണ്. മെട്രോ സ്റ്റേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് ടോയ്ലറ്റ്സ് ഇല്ലെന്നാണ് നമ്മൾ ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. പുറത്ത് പേ ആൻഡ് യൂസ് ഒരു ടോയ്ലറ്റ്സ് ആണുള്ളത്. ഇവിടെയും ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് തുടങ്ങിയിട്ട് കുറേ കൊല്ലങ്ങളായതാണ്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും ഈ ഒരു പ്രോഗ്രസ്സേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് കുറച്ചൊരു മോശപ്പെട്ട അവസ്ഥയാണ്. ശരിക്കും കുറ്റം പറയാനിപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നുന്നില്ല. കാരണം ലാസ്റ്റ് ടൈം ഞാൻ KSRTC സ്റ്റാൻഡ് കണ്ടത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കുറച്ച് ടൈമും കൂടി കഴിയുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ഫുള്ളി എല്ലാം സെറ്റ് ചെയ്ത് നല്ലൊരു KSRTC സ്റ്റാൻഡായിട്ട് ഇത് കാണട്ടെ. കേരളത്തിലുള്ളതിൽ ഏറ്റവും നല്ല പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് മെട്രോ തന്നെയാണ്. സ്പീഡിന്റെ കാര്യത്തിലാണെങ്കിലും ക്ലീൻനെസിന്റെ കാര്യത്തിലാണെങ്കിലും സേഫ്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം പക്ഷേ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തത് മെട്രോ തന്നെയാണ്.